കേരളത്തിലെ മാട്രിമോണി സൈറ്റിന്റെ ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാല് അതില് കല്യാണം റെഡിയായ പ്രൊഫൈലുകൾ നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കണം. എന്നിട്ട് ആ പ്രൊഫൈലുകൾ ഡിലീറ്റ് ചെയ്യണം. എന്താ വെച്ചാല് കേരളത്തിലെ യുവാക്കളുടെ ഒരുപാട് പൈസ ഈ മാട്രിമോണിയിൽ കയറിയിട്ട് പൈസ പോകുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് എങ്ങനെയാണ് കല്യാണം റെഡി കൊണ്ടിട്ട് ഇതിൽ പ്രീമിയം ആക്കും. എന്നിട്ട് ഓരോ ആൾക്കാർക്ക് മെസ്സേജ് അയക്കുമ്പോൾ അറിയണം ഇവരൊക്കെ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും എന്നുള്ളത്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരു അനുഭവം പറഞ്ഞുതരാം. ഇതിലൊരു പ്രൊഫൈല് കണ്ട്, മാട്രിമോണി സൈറ്റിൽ പ്രൊഫൈല് കണ്ട് ഓക്കെ ആയി. അതിലുള്ള കോണ്ടാക്ട് നമ്പർ വിളിച്ചപ്പോൾ ഫോൺ എടുക്കണ് പെണ്ണിന്റെ മദറാണ്. അപ്പോൾ മദർ ചോദിച്ചു എവിടെ നിന്നാണ് എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ മാട്രിമോണി സൈറ്റിൽ നിന്ന് നമ്പർ കിട്ടിയതാണ് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നത് എന്താ അറിയോ, മോനെ മകളെ കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം ആയിക്കണെന്ന്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? അപ്പൊ ഇതൊന്നും അറിയാതെയാണ് ആളുകൾ കോണ്ടാക്ട് ചെയ്യണത്. കല്യാണം റെഡി ആയാല് ആ പ്രൊഫൈലുകൾ നിങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു ഇതുണ്ടാക്കണം. എന്നിട്ട് ആ പ്രൊഫൈലുകൾ ഡിലീറ്റ് ആയി കളയണം. അല്ലെങ്കിൽ നിങ്ങൾ ഇവരോട് വ്യക്തമായി കണ്ട് നിങ്ങൾ ഈ കസ്റ്റമേഴ്സിനോട് പറയണം, നിങ്ങൾ കല്യാണം റെഡി ആയാൽ ഈ പ്രൊഫൈലുകൾ ഒഴിവാക്കണം എന്നുള്ളത്. ഇത് പണ്ടെന്നോ തുടങ്ങിയ 2-3 കൊല്ലം മുതൽ തുടങ്ങിയ പ്രൊഫൈലുകൾ ഇപ്പോഴും കിടക്കുന്നുണ്ടാവും. അവർക്ക് കല്യാണം കഴിഞ്ഞ് 2-3 മക്കളായിട്ടുണ്ടാവും. ഇതൊന്നും അറിയണ്ട. ഇത് ഈ പ്രൊഫൈലുകൾ ഇതിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പ്രൊഫൈലുകൾ കിടക്കുന്നുണ്ടാവും. എന്താ കാര്യം? അങ്ങനെ ചില കാര്യങ്ങൾ നടക്കുന്നത് ചെറുതെ പറഞ്ഞാണ്, ഒരുപാടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.